ദൈവവചനത്തിൻ്റെ വായന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. എങ്ങനെ വേദപുസ്തകം അഥവാ ബൈബിൾ വായിക്കപ്പെടുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു, ഏതൊക്കെ ആശയങ്ങൾക്ക് ശക്തീകരണം നൽകപ്പെടുന്നു, ഈ കാലഘട്ടത്തിലെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ ബൈബിൾ വാക്യങ്ങളെ എങ്ങനെ ദൈവവചനമായി സഭ അഥവാ ദൈവജനം സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ബൈബിളിലെ എല്ലാ കഥകളും സംഭവങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വാക്യങ്ങളും ദൈവവചനമായി എടുത്ത് ഒറ്റപ്പെട്ട വ്യാഖ്യാനങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തി ഓരോ ആശയങ്ങളുടെ ശക്തീകരണങ്ങൾക്കായി ഓരോ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിനായി ഓരോരുത്തരും ഉപയോഗിക്കുന്നു എന്ന വലിയൊരു അപകടം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഭാഷണം നിർവഹിക്കപ്പെടുന്നത്. ഇതിനുവേണ്ടി എടുക്കുന്ന ഒരു ഫ്രെയിം വർക്ക്, യേശുവിൻ്റെ സമീപനം എന്തായിരുന്നു, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട എബ്രായ ബൈബിൾ യേശു എങ്ങനെയാണ് അതിനെ കാണുകയും തൻ്റെ സുവിശേഷമായി അതിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുകയും ഈ ബൈബിൾ വായിക്കുന്നതിൽ യേശു ഉപയോഗിച്ച ഒരു ഫ്രെയിം എന്തായിരുന്നു എന്ന് വിലയിരുത്തുന്നതിലൂടെ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും ദൈവജനത്തിനും അല്ലെങ്കിൽ വേദപുസ്തകത്തെ ഗൗരവമായി വായിക്കുന്ന ഏതൊരാൾക്കും എടുക്കാവുന്ന ഒരു ഫ്രെയിം മനസ്സിലാക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിലൂടെ ശ്രമിക്കുന്നത്. യേശു തൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന എബ്രായ ബൈബിളിനെ എങ്ങനെയാണ് അതിൽ നിന്ന് ദൈവവചനം എന്ന വിധത്തിൽ അതിലെ ആശയങ്ങളെ ഗ്രഹിക്കുന്നതിനായി സമീപിച്ചത്, യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഈ കാഴ്ചപ്പാടിൽ വേണമല്ലോ ഇന്ന് വിശ്വാസ സമൂഹം വേദപുസ്തകത്തെ ആകമാനം വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിലെ ഓരോ ഭാഗങ്ങളെയും മനസ്സിലാക്കേണ്ടത് എന്ന് ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. യേശു ഉൽപ്പത്തി മുതൽ ഉള്ള എല്ലാ ഭാഗങ്ങളെയും അല്ലെങ്കിൽ അതിലെ ഓരോ വാക്യങ്ങളെയും വാചകങ്ങളെയും ദൈവത്തിൻ്റെ വചനമായി എടുത്തോ അതോ യേശു മറ്റൊരു സമീപനമാണോ? ഓരോ ഭാഗങ്ങളെയും എടുത്തിട്ട് അതിനെ ഒരു പ്രത്യേക ഭാഗമായി കണ്ട് അതിൽ തന്നെ ദൈവവചനം ഇരിക്കുന്നു എന്ന സമീപനമാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു സമീപനമാണോ യേശു എടുത്തത് എന്ന് മനസ്സിലാക്കുന്നത് നമുക്കും യേശു വായിച്ചതുപോലെ ദൈവികമായ ഗ്രന്ഥത്തെ വായിക്കാൻ ഒരു ദർശനം ലഭിക്കും എന്നതിൽ സംശയമില്ല. യേശു വായിച്ചതുപോലെ വേദപുസ്തകം വായിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ദൈവികമായ വലിയൊരു നിയോഗമാണ്. യേശു വായിച്ചതിൽ നിന്നും വ്യത്യസ്തമായി വേദപുസ്തകത്തെ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് ശരിക്കും വളരെ തെറ്റായ ഒരു പ്രവണതയാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ധാരാളം വൈദികരും ആത്മായരുമൊക്കെ പ്രസംഗകരായി മാറിയിരിക്കുമ്പോൾ വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഇടങ്ങൾ ധാരാളം ക്രൈസ്തവർ കൈകാര്യം ചെയ്യുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുമ്പോൾ, ഇതര മതങ്ങളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പ്രഭാഷകരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും ദൈവവചനം പ്രസംഗിക്കുവാനുള്ളൊരു വല്ലാത്ത ധൈര്യവും സംജാതമായിരിക്കുന്നു എന്നത് വളരെ വലിയൊരു അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്തിരിക്കുമ്പോൾ, ശരിക്കും യേശു വായിച്ചതുപോലെ വേദപുസ്തകം വായിക്കാനും വ്യാഖ്യാനിക്കാനും നാം അറിഞ്ഞിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ഒന്നുമല്ലെങ്കിൽ നാം കേൾവിക്കാരെന്ന വിധത്തിൽ നാം കേൾക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ശരിക്കും ദൈവവചനമാണോ? വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു പ്രഭാഷണമായാൽ പോലും, വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗമാണ് ഉദ്ധരിക്കപ്പെടുന്നതെങ്കിൽ പോലും അതിനെ ദൈവവചനമായി പരിഗണിക്കാൻ സാധിക്കുമോ? യേശു ആയിരുന്നെങ്കിൽ അതെങ്ങനെ പരിഗണിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത്. വേദപുസ്തകം തുറക്കുന്നതിനും വായിക്കുന്നതിനുമുള്ള യേശുവിൻ്റെ താക്കോൽ കണ്ടെത്തുക എന്നതാണ് ഇന്ന്
നടത്തുന്ന ഒരു ശ്രമം. ബൈബിൾ പുതിയ നിയമ വെളിച്ചത്തിൽ എന്നൊരു പ്രഭാഷണം മുൻപ് നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വേദപുസ്തകം തുറക്കുന്നതിനുള്ള യേശുവിൻ്റെ താക്കോൽ എന്ന ഈ പ്രഭാഷണം. നമ്മൾക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്ന, പ്രത്യേകിച്ച് ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലമുള്ളവർക്കെല്ലാം അറിയുകയും അവരോട് നമ്മൾ വേദപുസ്തക വ്യാഖ്യാനത്തെപ്പറ്റി സംസാരിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കാനും സാധ്യതയുള്ള ഒരു വാചകമാണ്, അല്ലെങ്കിൽ വേദപുസ്തക വായനയിൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും കൃത്യമായി ദൈവവചനത്തെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ഘടകം എന്ന നിലയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൻ്റെ ടോട്ടാലിറ്റിയിൽ വേണം വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളെയും ഭാഗങ്ങളെയും മനസ്സിലാക്കാൻ, ഓരോ പുസ്തകങ്ങളെയും മനസ്സിലാക്കാൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പലർക്കും പരിചിതമാണ്. ഇങ്ങനെ പറയാറുണ്ട്, ലെറ്റ് ദ ടോട്ടാലിറ്റി ഓഫ് ദി സ്ക്രിപ്ചർ ടു ഇൻ്റർപ്രറ്റ് ദി പാർട്സ്. തിരുവചനത്തിൻ്റെ സമഗ്രത, ഒരു പൂർണ്ണ ആശയത്തെ അല്ലെങ്കിൽ കണ്ടൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുക. ഒരിക്കൽ പരീശന്മാരും വൈദികരും യേശുവിനെ പരീക്ഷിച്ച് ഒരു ചോദ്യം ചോദിച്ചതായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളെ കാണാൻ സാധിക്കും. അവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരോ, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത്? യേശു അവരോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക, നിന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. യേശു ന്യായപ്രമാണത്തെ മുഴുവൻ സംഗ്രഹിക്കുന്നത് ഒറ്റ വാക്കിലാണ്. ആ വാക്കാണ് യേശു നൽകുന്ന കീവേഡ് ടു ഓപ്പൺ ദി ബൈബിൾ. ആ കീവേഡ് സ്നേഹം എന്നതാണ്. ലവ് ഈസ് ദ കീവേഡ് ടു ഓപ്പൺ ദ ലോ. എഴുതപ്പെട്ടിരിക്കുന്ന സകല ന്യായപ്രമാണങ്ങളുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിൽ എല്ലാ ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്നതാണ്. എല്ലാ ന്യായപ്രമാണങ്ങളുടെയും തിരുവെഴുത്തുകളുടെയും പ്രവാചക പുസ്തകങ്ങളുടെയും ലക്ഷ്യം ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക എന്നതിലേക്ക് നമ്മെ എത്തിക്കുക എന്നതാണ് എന്ന് വളരെ കൃത്യമായി യേശു പറയുകയാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ലെൻസിലൂടെ വേണം അതിനെ കാണുവാനും. ആശയങ്ങളെ മാഗ്നിഫൈ ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ലെൻസ് കൊണ്ട് വേണം മാഗ്നിഫൈ ചെയ്യാൻ. കാരണം സ്നേഹമാണ് ഈ ന്യായപ്രമാണത്തിൻ്റെ ലക്ഷ്യം. സ്നേഹമാണ് ഇതിൻ്റെ സത്ത. സ്നേഹമാണ് ഇതിൻ്റെ പൂർണ്ണത. ഇങ്ങനെ പറയും, ലവ് ഈസ് ദ ഗോൾ, എസൻസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ ലോസ്. സകല ന്യായപ്രമാണങ്ങളുടെയും ലക്ഷ്യവും സത്തയും പൂർണ്ണതയും സ്നേഹമായതിനാൽ സ്നേഹത്തിൻ്റെ കണ്ണടകളിലൂടെ വേണം ബൈബിൾ വായിക്കാൻ. ശരിക്കും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, മോശയുടെ കൽപ്പനകളിൽ ആദ്യത്തെ ഭാഗം ദൈവത്തെ സ്നേഹിക്കുക എന്നതുമായി ചേർത്ത് വെക്കാവുന്നതാണെന്നും, രണ്ടാമത്തെ ഭാഗം അപ്പനെയും അമ്മയും ബഹുമാനിക്കുക മുതൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ശരിക്കും അയൽക്കാരനെ അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ശരിക്കും ഈ ഭാഗം മോശയുടെ ന്യായപ്രമാണത്തിൽ തന്നെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിലും
ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിലും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക, അയൽക്കാരനെ നീ സ്നേഹിക്കുക എന്ന ആശയം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതാണ്. പക്ഷേ നമ്മൾ എന്തിനെ മാഗ്നിഫൈ ചെയ്യുന്നു, ഏത് വാക്യത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രസംഗകർ നേരിടുന്ന, അല്ലെങ്കിൽ കേൾവിക്കാർ നേരിടുന്ന, വേദപുസ്തക വായനക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി. ഏത് വാക്യത്തെ എടുക്കും? ചിലത് കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നും, കോൺട്രഡിക്റ്ററി ആയിട്ട് തോന്നും, ഒരു പ്രമാണം മറ്റൊന്നുമായിട്ട് ചേരാത്തതുപോലെ തോന്നും. അയ്യോ, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ദൈവം പ്രവർത്തിച്ചോ? വേദപുസ്തകം വായിക്കുമ്പം തോന്നും, യേശുവിലൂടെ കണ്ട ഒരു ദൈവത്തെ അല്ലല്ലോ ബൈബിളിൽ ആകമാനം കാണുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ യേശു കൃത്യമായി പറയുന്നത് ഇതാണ്: സ്നേഹത്തിൽ നിന്ന് വേർപെട്ട് ഒരു ന്യായപ്രമാണം ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരിടത്ത് നിത്യജീവൻ തേടി വരുന്ന ന്യായശാസ്ത്രീയമായുള്ള സംസാരത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സമാന ഭാഗം കാണാനായിട്ട് സാധിക്കും. ഈ അയൽക്കാരൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം യേശുവിൻ്റെ ഈ ഒരു വ്യാഖ്യാനം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനായി സാധിക്കും. മത, വർഗീയ, വംശീയ, ദേശീയ ദർശനങ്ങൾക്കൊക്കെ അപ്പുറത്തിലേക്ക് ഈ അയൽക്കാരൻ എന്ന ഒരു പ്രയോഗം യേശു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയൊക്കെ നാം ഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം വിസ്തൃതമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാനായി സാധിക്കും. അത് മറ്റൊരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പെട്ടെന്ന് പറയുവാനായി ശ്രമിക്കുന്ന മറ്റൊരു കാര്യം, ഇതിനോട് ചേർന്ന് ഈ അപ്പോസ്തലന്മാർ, സ്ലീഹന്മാർ എങ്ങനെയാണ് ഈ സ്ക്രിപ്ചറിനെ അല്ലെങ്കിൽ എബ്രായ ബൈബിളിനെ കണ്ടത്, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനായി ഉപയോഗിച്ചത്, അതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഈ ഒരു സമീപനവുമായി ബന്ധപ്പെട്ടാണോ സ്ലീഹന്മാർ നിന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലന്മാരുടെ വ്യാഖ്യാന ശാസ്ത്രം എന്തായിരുന്നു എന്ന്. പൗലോസ് ശ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ തുടരുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യങ്ങളിൽ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടുമൊന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. എത്ര വിശദമായിട്ടാണ് മോശയുടെ ന്യായപ്രമാണവുമായി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ പൗലോസ് ശ്ലീഹ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള റിഫ്ലക്ഷനാണ് കൂട്ടുകാരനെ അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ കുറച്ചും കൂടെ ഇതിനെ വ്യക്തമാക്കുന്നുണ്ട്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന കൽപ്പന നാം പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നാം സ്നേഹമുള്ളവനാണെങ്കിൽ ദൈവത്തെയും സ്നേഹിക്കും, സഹോദരനെയും സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുക, സഹോദരനെ സ്നേഹിക്കുന്നത് കാണാനുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരമുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ അത് ദൈവത്തോടുമുണ്ട്, അയൽക്കാരനോടുമുണ്ട്. അത് ഭാഗികമായി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് സ്നേഹം എന്ന ഒറ്റ വാക്കിലേക്ക് യേശുവിൻ്റെ സുവിശേഷം മോശയുടെ പ്രമാണങ്ങളെയും പ്രവാചകന്മാരുടെ സകല എഴുത്തുകളെയും സംഗ്രഹിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ ഈ പ്രമാണത്തെ ഒരു റോയൽ ലോ ആയിട്ടാണ് കാണുന്നത്. അതിങ്ങനെയാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്: എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന് എന്ന് പറയുകയാണ്. ശരിക്കും പുതിയ നിയമ
സഭയിൽ സ്നേഹം എന്നത് ക്രിസ്തീയമായ ഐഡൻറ്റിറ്റിയുടെയും വിശുദ്ധിയുടെയും ദൈവവചന വായനയോടുള്ള സമീപനത്തിൻ്റെയും ക്രൈറ്റീരിയയായി മാറിയിരിക്കുകയാണ്. അതായത് ക്രിസ്തീയ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വിശുദ്ധി നിലനിൽക്കുന്നത് ഒരു പരീശ യഹൂദ മതം പോലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വാക്യങ്ങളെയും എടുത്ത് പ്രസംഗിക്കുന്നതിലോ അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളെയും ദൈവത്തിൻ്റെ വചനമായി കണ്ട് ജീവിതത്തിൽ പകർത്തുകയോ മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുകയോ മറ്റുള്ളവരോട് പ്രസംഗിക്കുകയോ ചെയ്യുന്നതിലല്ല, മറിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും എന്തിന് ലഭിക്കപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിനെ പോലും വായിക്കുമ്പോൾ, കാലഘട്ടത്തെ വായിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഫ്രെയിമിലൂടെ യേശു വായിച്ചതുപോലെ വായിക്കുന്നതിലാണ് എന്നതാണ് നമുക്ക് പുതിയ നിയമസഭയുടെ കാഴ്ചപ്പാട് രൂപപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ഫ്രെയിം വർക്ക് എന്ന് ഗ്രഹിക്കാനായി സാധിക്കും. അഥവാ ദൈവസ്നേഹം, സഹോദര സ്നേഹം, അയൽപക്ക സ്നേഹം, ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത് സഹോദരൻ, അയൽപക്കം എന്ന് നമ്മളൊരു വ്യത്യാസം പിന്നീട് നമ്മൾ മനസ്സിലാക്കും എന്നതുകൊണ്ടാണ്. ഇവയോട് ചേർന്ന് പോകാത്ത എന്തെങ്കിലും, ദൈവസ്നേഹത്തോട് ചേരാത്ത എന്തെങ്കിലും, സഹോദര സ്നേഹത്തോട് ചേർന്ന് പോകാത്ത എന്തെങ്കിലും, അയൽപക്ക സ്നേഹത്തോട് ചേർന്ന് പോകാത്ത എന്തെങ്കിലും സഭ പഠിപ്പിക്കുകയോ എന്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ശ്ലീഹന്മാർ പഠിപ്പിക്കുകയോ എന്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും അതിനെ സ്നേഹത്തിൻ്റെ ഫ്രെയിമിന് പുറത്താണെങ്കിൽ ദൈവവചനം എന്ന ക്രൈറ്റീരിയയിൽ നിന്ന് അതിനെ മാറ്റാവുന്നതാണ് എന്നതാണ്. ദൈവവചനത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് അതിനെ മാറ്റാവുന്നതാണ്. അങ്ങനെ അംശമായതിനെയൊക്കെ നാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നതാണ്. അതുകൊണ്ട് നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ യേശുവിൻ്റെ കണ്ണിലൂടെ കാണുവാനും ആദിമസഭ കണ്ട ദൈവസ്നേഹം, സഹോദര സ്നേഹം, അയൽപക്ക സ്നേഹം, ഈ ഫ്രെയിമിനുള്ളിൽ ആണ് ദൈവത്തിൻ്റെ വചനം നിൽക്കുന്നത് എന്ന ആത്യന്തിക സത്യം മനസ്സിലാക്കി ദൈവവചനത്തെ വായിക്കുവാനും കാണുവാനും വിലമതിക്കുവാനും സാധിക്കണം എന്നതാണ്. സ്നേഹത്തിൻ്റെ ഒരു ഫിൽട്ടർ, ഒരരിപ്പ വെച്ച് അരിച്ചെടുത്ത് വേണം വേദപുസ്തകം മനസ്സിലാക്കാൻ. യേശു എങ്ങനെയാണ് അതിനെ വിനിയോഗിച്ചതെന്ന് നമുക്കൊന്ന് നോക്കി നിർത്താം എന്ന് വിചാരിക്കുകയാണ്. യേശുവിൻ്റെ പർവ്വത പ്രഭാഷണത്തിൻ്റെ ആമുഖ ഭാഗം മുഴുവൻ ശരിക്കും ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. അതിൽ ഒരെണ്ണം മാത്രം സാമ്പിൾ എടുക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതലുള്ളൊരു ഭാഗം. അവിടെ എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ വായിക്കുന്നൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. നമ്മളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്നത് വായിച്ചിട്ട് നമ്മളതിനൊരു 3 പോയിൻ്റൊക്കെ ഉണ്ടാക്കിയേനെ. യേശു അതിനെ ദൈവസ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണ്. അപ്പോൾ കാണുന്നൊരു ദൈവമുണ്ട്. ദൈവം ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും മഴ പെയ്യുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സൽഗുണപൂർണത, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് എന്നറിയുന്ന യേശു ആ ഫ്രെയിമിലൂടെ ഇത് കണ്ടാൽ മതി. ആ ഫ്രെയിമിൽ പെടാത്തതിനെ യേശു മാറ്റുകയാണ്. അതാണ് വ്യാഖ്യാനം.
അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും അയൽപക്ക സ്നേഹത്തിൻ്റെയും ഫ്രെയിം ഓഫ് റെഫറൻസിന് ചേരാത്ത ഒരു കാര്യം കണ്ടാൽ അതിനെ ശരിക്കും പുനർവ്യാഖ്യാനം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീയെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയാൻ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ യേശു അവരോട് വീണ്ടും ഈ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണിലൂടെ നോക്കുന്നത്, നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുകയും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം എക്സിക്യൂട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത് ദൈവസ്നേഹത്തിന്, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡിന്, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവുമായി എൻ്റെ നിലപാട് ചേരുന്നുണ്ടോ, ഈ വേദപുസ്തക വാക്യം ചേരുന്നുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് വേണം ഒരു നിലപാടിലേക്ക് പോകാൻ. ഈ കാലഘട്ടങ്ങളിൽ സഭ വിവിധ വിഷയങ്ങളിലെടുക്കുന്ന തീരുമാനങ്ങളിൽ വേദപുസ്തകത്തിൽ എങ്ങനെ എന്തു പറയുന്നു എന്നതിനുമൊക്കെ അപ്പുറം ദൈവസ്നേഹത്തിൻ്റെ കണ്ണുകളിൽ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതായിരിക്കണം അടിസ്ഥാന ഫ്രെയിം എന്ന് യേശുവും സ്ലീഹന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദിമസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടായാലും സ്ത്രീ വിഷയങ്ങളിലെടുക്കുന്ന നിലപാടായാലും ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടുകൾ, ഇങ്ങനെ വിവിധ വിശ്വാസ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടുകൾ, ഡിനോമിനേഷൻസ് തമ്മിൽ ഇടയ്ക്ക് വരുന്ന നിലപാടുകൾ, ഇതൊക്കെ വരുമ്പോൾ, ഈ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഓരോ സഭകളും ഓരോ പ്രസംഗകരും വ്യാഖ്യാതാക്കളും എടുക്കേണ്ടുന്ന നിർണായകമായ നിലപാട്, ഇതിനെപ്പറ്റി ബൈബിളിലെ അക്ഷരങ്ങൾ എന്തു പറയുന്നു അതിനുമപ്പുറം ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ ഇതിനോട് ഏത് കാഴ്ചപ്പാട് പുലർത്തുന്നു എന്ന് തിരിച്ചറിയുന്നതാണ്. യേശു പറയുന്നത് പോലെ, സ്ലീഹന്മാർ പറയുന്നത് പോലെ ഉള്ള ഒരു വ്യാഖ്യാന സ്വാതന്ത്ര്യം ഓരോ സഭയും ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ മക്കളും വേദപുസ്തകം വായിക്കുകയും അതിനെ ലോകത്തിൻ്റെ രൂപാന്തരത്തിനുള്ള ഒരു ടൂളായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏവരും ഉപയോഗിക്കേണ്ടതാണ്. വേദപുസ്തകം നമ്മെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ശിശുപാലകനായി ഭവിക്കുകയും ആ യേശു ദൈവസ്നേഹത്തെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തരികയും ആ യേശുവിൻ്റെ കരുണയിലും സ്നേഹത്തിലും സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൽ നമുക്ക് ലോകത്തെ കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.